Hi friends, I am Vibin. Today we are going to discuss about the topic acid. Okay, acid is the chemical substance which has sour taste. ആസിഡ് പറഞ്ഞ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അല്ല, അതിന്റെ ടേസ്റ്റ് സോറാണ്. സോർ മീൻസ് പുളിരസമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങൾക്കും പുളിരസമുണ്ട്. ഈ പുളി സോർ ടേസ്റ്റ് ഉള്ള എല്ലാ സബ്സ്റ്റൻസും ആസിഡ് ആയിരിക്കും. നമുക്കറിയാം തക്കാളി സോറിൻ ടേസ്റ്റ് ആണ്. സോ വിച്ച് ഹാസ് ഓക്സാലിക് ആസിഡ്. അതിനകത്ത് ഓക്സാലിക് ആസിഡ് ഉണ്ടായതുകൊണ്ടാണ് അതിന് പുളിരസം. ടാമറിൻറ്റ് ടാർട്ടാറിക് ആസിഡ് ആണ് അതിനകത്തുള്ളത്. വിനെഗർ അസിറ്റിക് ആസിഡ് ആണ്. ലെമൺ സിട്രിക് ആസിഡ് ആണ്. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന പല വസ്തുക്കളിലും ആസിഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ഇതിങ്ങനെ ഭക്ഷണത്തിന് ആസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഇതിന്റെ പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കറിയാം അതിന് പുളിരസമുള്ളത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് എന്താണുള്ളത്? പുളിരസമാണ്. ദാറ്റ് ഈസ് സോറിൻ ടേസ്റ്റ്. അപ്പൊ സോറിൻ ടേസ്റ്റ് ആണ്. പിന്നെന്താണ് ആസിഡിനെ പറ്റി നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ആസിഡ് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ള ഒരു വസ്തു തന്നെയാണ്. നമുക്ക് അറിയാവുന്ന ഒരു വസ്തു തന്നെയാണ്. നമുക്ക് അറിയില്ലല്ലേ ഇതിനകത്ത് ആസിഡ് ആണോ അല്ലയോ എന്ന്, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ മിക്ക വസ്തുക്കളിലും നമുക്കറിയാം ആസിഡ് ഉണ്ട് അല്ലെ. ഉറുമ്പ് കടിക്കുമ്പോൾ എന്തുണ്ടാവുന്നത്? ഫോമിക് ആസിഡ് ഇഞ്ചെക്ട് ചെയ്യാണ്. ഫോമിക് ആസിഡിന് വേറൊരു പേരാണ് മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് അത് മസിലിൽ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. അതേപോലുള്ള ഒരു സാധനമാണ് നെറ്റിൽ ലീവ്സ്. നെറ്റിൽ ലീവ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് കൊടിത്തുവ എന്നൊക്കെ പറയും. അത് ഇങ്ങനെ മേലെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തേക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ സ്റ്റിങ്സ് ഉണ്ട്. വൈറ്റ് കളേർഡ് സ്റ്റിങ്സ് ആണ്. ഈ സ്റ്റിങ്സ് പോയിട്ട് നമ്മുടെ മസിൽസിൽ പോയിട്ട് മെത്തനോയിക് ആസിഡിനെ ഇഞ്ചെക്ട് ചെയ്യാണ്. അപ്പൊ ആ ലീവ്സിനകത്ത് മെത്തനോയിക് ആസിഡ് ഉണ്ട്. അപ്പൊ ദൈവം കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അവയ്ക്കൊക്കെ അത്. എന്തിനു വേണ്ടിയിട്ട്? മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തില്ല. അപ്പൊ അത് മെത്തനോയിക് ആസിഡ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. നെറ്റ് ലീവ്സും അതേപോലെ തന്നെ നമ്മുടെ ഉറുമ്പ് കടിക്കുമ്പോൾ, അതല്ല ഹണീബി, തേനീച്ച കുത്തി കഴിഞ്ഞാൽ നല്ല പെയിനാണ്. എന്താണത് ഇഞ്ചെക്ട് ചെയ്യണത്? ഫോമിക് ആസിഡ് ആണ്. മെത്തനോയിക് ആസിഡ് ഓർ ഫോമിക് ആസിഡ് അതാണ് ഇഞ്ചെക്ട് ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് ആ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോറിൻ ടേസ്റ്റ് ആണ്. ആസിഡിന് സോറിൻ ടേസ്റ്റ് ആണ് ഉണ്ടാവും. പിന്നെന്താണ് ആസിഡിനെ പറ്റി നമുക്കറിയാം. ആസിഡ് എഴുതി നോക്കി. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl, മെത്തനോൾ HNO3 നൈട്രിക് ആസിഡ്, അതുപോലെ H2SO4 സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഏതാട്ടോ? CH3COOH അസറ്റിക് ആസിഡ്. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് ഫോർമുല യൂണിറ്റ് എടുത്താലും അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഏത് ഫോർമുല യൂണിറ്റ് എടുത്താലും ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയുണ്ട് ഹൈഡ്രജൻ, ഇവിടെയുണ്ട് ഹൈഡ്രജൻ. നോക്കി, ഇവിടെ ഹൈഡ്രജൻ. അപ്പൊ ഇതിന് കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ആസിഡില് കോമൺ ഫാക്ടർ ആയിട്ട് ഉള്ള ഒരു വസ്തുവാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡ് ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഹൈഡ്രജൻ ഈസ് എ കോമൺ ഫാക്ടർ ഇൻ ആസിഡ്. ഹൈഡ്രജൻ ആണ് ആസിഡിലുള്ള കോമൺ ഫാക്ടർ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ എന്താണ് ഈ ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. അപ്പൊ അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ് വിൽ കൺവേർട്ട് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ഓക്കെ, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി. പിന്നെന്താണ് ആസിഡിന് പറ്റുക? ആസിഡ് ക്യാൻ ന്യൂട്രലൈസ് എ ബേസ് അല്ലെ. Acid can neutralize a base. It can neutralize. That means it is react with a base and form salt and water. It is react with base and form salt and water. So it can neutralize. So that is also we can consider as another point. It can be neutralize an acid. Neutralize an base. Base in a neutralize ചെയ്യാൻ പറ്റും. Okay. So that is another point. So acid is the chemical substance which has sour taste, which contain common factor hydrogen, and it can turn blue litmus to red, and it can be neutralize a base. Understood? Neutralize a base. So this is the some points related with acid. And this what about the pH? pH is actually universal indicator.
Okay, so using the pH we can understand how much strength is there for acid, how much strength is there for base, whether is it a neutral solution. So all these kinds of matter we can identify from what? pH. Okay, pH. That is actually checking that concentration of hydrogen. After that only it is turning the color. Okay, so it is just like litmus paper, it is turned different colors. So that is pH. We will study detailed in other classes. Okay. So pH of the acid is less than 7. It is less than 7. pH of the acid is less than 7. Okay. So acid is a chemical substance which has sour in taste. Common factor is hydrogen. It can be neutralized a base, and pH is less than 7. Blue litmus turn to red. Okay. Then another point is that it can be, okay, when it is dissolved in water, it is producing H3O plus ion and H plus ions. Okay, so when we dissolve in water, okay, when we add acid to water, okay, so that time it is producing hydronium H3O plus. നമുക്കറിയാം H2 നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് കൂടെ ഒരു ഹൈഡ്രജൻ കൂടെ എക്സ്ട്രാ വരികയാണ്. സോ ദാറ്റ് ഈസ് ബിക്കം പോസിറ്റീവ് ആയി. സോ H3O plus ആയി. അതേപോലെ H plus ions. Okay, ഇത് H3O plus ionsഉം H plus ions ആയിട്ടാണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് നടക്കും. Okay, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു H3O plus ion ആൻഡ് H plus ion. ഈ H3O plus ions ഉണ്ടാവുകൊണ്ടാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡ്രൈ ആസിഡ് ആണെങ്കിൽ ഈ ഒരു സംഭവം നടക്കില്ല. ഓക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് അതിനകത്ത് വാട്ടർ കണ്ടന്റേ ഇല്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിറ്റ്മസ് പേപ്പർ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഇല്ലെങ്കിൽ ഈ കളർ ചേഞ്ച് നടക്കില്ല. അപ്പൊ ആസിഡിന് ആ പ്രോപ്പർട്ടി, കളർ ചേഞ്ച് ഉണ്ടാകുന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഈ H3O plus ions ആണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ വെറ്റായിരിക്കണം, അല്ലെങ്കിൽ ആസിഡിൽ വാട്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, so these are the points that you should know about the acid. So acid is the chemical substance which has sour in taste. When it is dissolved in water, it is converting to H3O plus ions and H plus ions, H3O plus ions and H plus ions. And its common factor is hydrogen, and it can be neutralized a base. And pH is less than 7. And litmus case, litmus solution or litmus paper which is turned blue litmus to red. Blue litmus to red. So these are the points that we should know about acid. Okay, students, thank you.